ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇംഗ്ലീഷ് ബൈ മീര. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ബൈ സിൽവിയ നാസർ. സോ ഇതൊരു ബയോഗ്രഫിയാണ്. ഇതിൻ്റെ ചാപ്റ്റർ 10 ആണ് നമുക്ക് നിലവിൽ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. സോ ഇതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സിൽവിയ നാസർ അവരൊരു അമേരിക്കൻ ജേർണലിസ്റ്റാണ്, ഓതറാണ്. ദ ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ളത്. അതൊരു ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ്. ആ ഒരു ബുക്കിന് അവർക്ക് നാഷണൽ ബുക്ക് ക്രിട്ടിക് സർക്കിൾ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഷി ഡെഡിക്കേറ്റഡ് ഇയേഴ്സ് ടു റിസർച്ചിങ് നാഷ് ലൈഫ്. അതായത് ഈ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡിൽ ആരുടെ ജീവചരിത്രമാണ് പറയുന്നത്? മാത്തമാറ്റിക്കൽ ജീനിയസ് ആയിട്ടുള്ള ജോൺ നാഷിൻ്റെ ജീവചരിത്രമാണ്. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷത്തെ റിസർച്ച് സിൽവിയ നാസർ നടത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ബുക്ക് ആരുടെ ജീവചരിത്രമാണ്? ജോൺ ഫോബ്സ് നാഷ് ജൂനിയർ. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്. 1994 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി ഇൻ എക്കണോമിക്സ്. ഗെയിം തിയറിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ്, അതായത് 1959 അദ്ദേഹത്തിന് മെൻ്റൽ ഇൽനെസ് അനുഭവപ്പെടുന്നത്. സ്കിസോഫ്രീനിയ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഡെല്യൂഷൻസ് ഉണ്ടാവുക, ഹാലൂസിനേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. സോ നിലവിൽ നമ്മൾക്ക് പഠിക്കുന്നത് ചാപ്റ്റർ 10 ആണ് ഈ ഒരു ബുക്കിൻ്റെ. ഇതിൽ എന്താണ് സിൽവിയ നാസർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ടേണിംഗ് പോയിന്റ് ഇൻ നാഷ് ലൈഫ്, അതായത് നാഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വഴിത്തിരിവാണ് ഇതിൽ പറയുന്നത്. വേർ ഹി റൈറ്റ്സ് ഹിസ് റെവല്യൂഷണറി ഡോക്ടറൽ തീസിസ് ഓൺ ദ നാഷ് ഇക്വിലിബ്രിയം. അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്. സോ അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസ് ആണ് പിന്നെ നാഷ് ഇക്വിലിബ്രിയം എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് പോകുന്നത്. ടെക്സ്റ്റ് ബുക്ക് സമ്മറി നോക്കാം. ഇറ്റ്സ് 1949, അതായത് 1949 അന്ന് ജോൺ നാഷിന് 21 വയസ്സാണ് പ്രായം. അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജനറൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറൽസ് എന്ന് പറഞ്ഞാൽ ഓരോ PhD സ്റ്റുഡൻറ്റും മസ്റ്റായിട്ട് പാസ്സാവേണ്ട ഒരു ഓറൽ എക്സാമിനേഷനാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ആൽബർട്ട് ടക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മാത്തമാറ്റീഷ്യൻ ആൻഡ് പ്രൊഫസർ അദ്ദേഹത്തിനോട് തൻ്റെ PhD തീസിസ് അല്ലെങ്കിൽ ഡോക്ടറൽ തീസിസ് സൂപ്പർവൈസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത്. സോ ഈവൻ ദോ നാഷ് ഹാസ് ഹാഡ് ലിറ്റിൽ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ടക്കറുമായിട്ട് അധികമൊന്നും പരിചയമില്ലെങ്കിലും അല്ലെങ്കിൽ അധികം ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ലെങ്കിലും അദ്ദേഹം ടക്കറിനോട് ഇത്തരം ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. നാഷ് സേസ് ദാറ്റ് ഹി ഹാസ് ഫൗണ്ട് സം ഗുഡ് റിസൾട്ട്സ് റിലേറ്റഡ് ടു ഗെയിം തിയറി. ഗെയിം തിയറി സംബന്ധിച്ച് തൻ്റെ കയ്യിൽ നല്ല റിസൾട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗുഡ് റിസൾട്ട്സ് തൻ്റെ കയ്യിലുണ്ട് എന്ന് നാഷ് ടക്കറിനോട് പറയുകയാണ്. അങ്ങനെ ആൽബർട്ട് ടക്കർ എഗ്രീസ് ടു ബിക്കം ഹിസ് അഡ്വൈസർ. അങ്ങനെ നാഷിൻ്റെ റിക്വസ്റ്റ് ആൽബർട്ട് ടക്കർ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. 6 ആഴ്ചകൾക്ക് ശേഷം നാഷ് ജനറൽ എക്സാമിനേഷൻ പാസ്സാവുകയും അതിനുശേഷം തൻ്റെ ഡോക്ടറൽ തീസിസിൽ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. സോ ഈ ഒരു ബ്രേക്ക് എടുക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ് ബൈ ദ വേർഡ്സ് ഓഫ് ദ ഫ്രഞ്ച് ജീനിയസ് എൻട്രി പോയിൻകറെ. അതായത് മാത്തമാറ്റിക്കൽ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ് എൻട്രി പോയിൻകറെ എന്ന് പറയുന്നത്. സോ അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് വെളിപ്പെടുത്തിയത്? ദാറ്റ് മെനി മാത്തമാറ്റിക്കൽ ഇൻസൈറ്റ്സ് ആൻഡ് ഡിസ്കവറീസ് ഹാപ്പൻ വെൻ യു ടേക്ക് എ ബ്രേക്ക്. അതായത് നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വളരെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഉൾക്കാഴ്ചകളും കണ്ടുപിടുത്തങ്ങളും നടത്താൻ സാധിക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എ വേസ്റ്റഡ് ടൈം. അതൊരിക്കലും ടൈം വേസ്റ്റ് അല്ല. പകരം ആ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റിൽ അറ്റ് വർക്ക്. അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഉപബോധ മനസ്സ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. സോ ആ ഒരു ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ഈ ഒരു ഫ്രഞ്ച് ജീനിയസ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ഐഡിയാസുകൾ വരുന്നത്. സോ ഈ ഐഡിയാസ് ആണ് പിന്നീട് നാഷ് ഇക്വിലിബ്രിയം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നയിക്കുന്നത്. എക്സൈറ്റഡ് ബൈ ഹിസ് ഡിസ്കവറി. സോ താൻ നടത്തിയ ഡിസ്കവറിയിൽ അദ്ദേഹം വളരെയധികം എക്സൈറ്റഡ് ആവുകയും അദ്ദേഹം ആരെയാണ് വിസിറ്റ് ചെയ്യുന്നത് പിന്നീട്? വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗറാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹമാണ് ഗെയിം തിയറി ഡിസ്കവർ ചെയ്തത്. സോ ആ ഒരു ഗെയിം തിയറിയിൽ താൻ വരുത്തിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ താൻ കണ്ടുപിടിച്ച പുതിയ ഐഡിയാസ് പ്രസന്റ് ചെയ്യാനാണ് നാഷ് വോൺ ന്യൂമാനെ കാണാൻ പോകുന്നത്. സോ വോൺ ന്യൂമാൻ ഹാസ് ലിറ്റിൽ കോൺടാക്ട് വിത്ത് പ്രിൻസ്റ്റൺ ഗ്രാജുവേറ്റ്. സോ വോൺ ന്യൂമാൻ പ്രിൻസ്റ്റൺ ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് വലിയ കോൺടാക്ട് വെക്കുന്ന ഒരു ആളായിരുന്നില്ല. ബട്ട് നാഷ് ഫീൽസ് നോ ഹെസിറ്റേഷൻ. പക്ഷേ നാഷിന് അത്തരം ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു പബ്ലിക് ഫിഗറിനെ കാണാനുള്ളൊരു മടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദ പ്രീവിയസ് ഇയർ ഹി ഹാഡ് വിസിറ്റഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ. കാരണം അതിന് മുമ്പത്തെ വർഷം നാഷ് ആരെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റീനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു വിത്ത് എ ന്യൂ ഐഡിയ, പുതിയ ഒരു ആശയം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ വോൺ ന്യൂമാനെ കാണുക എന്നുള്ളത് ഒരു മടിയുമില്ലാത്ത കാര്യമായിരുന്നു നാഷിനെ സംബന്ധിച്ച്.
പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? വോൺ ന്യൂമാൻ ഡിസ്മിസസ് നാഷ് ഐഡിയ, അതായത് വോൺ ന്യൂമാൻ നാഷിൻ്റെ ഐഡിയനെ റിജക്റ്റ് ചെയ്യുകയാണ്. കോളിംഗ് ഇറ്റ് ആസ് ട്രിവ്യൽ, അതായത് വളരെ സില്ലി ഐഡിയ ആണ് നാഷിൻ്റേത് എന്നാണ് വോൺ ന്യൂമാൻ പറയുന്നത്. അതിനുശേഷം വോൺ ന്യൂമാനെ ഒരിക്കലും നാഷ് വിസിറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നില്ല. പക്ഷേ നാഷിൻ്റെ അഭിപ്രായത്തിൽ വോൺ ന്യൂമാൻ്റെ ഈ ഒരു പെരുമാറ്റത്തിൽ യാതൊരു അപാകതയും അദ്ദേഹം കാണുന്നില്ല. കാരണം എന്താണ്? ഇറ്റ്സ് നാച്ചുറൽ ഫോർ ഹിം ടു ബി അൺകൺവിൻസ്ഡ് ബൈ ആൻ ഓപ്പോസിറ്റ് തിയറിറ്റിക്കൽ അപ്രോച്ച്. അതായത് ഈ ഒരു ഗെയിം തിയറി എന്ന് പറയുന്നത് തന്നെ ഡിസ്കവർ ചെയ്തത് ആരാണ്? വോൺ ന്യൂമാൻ ആണ്. സോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയമായിട്ടാണ് ആര് വരുന്നത്? നാഷ് വരുന്നത്. സോ അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം വളരെ സ്വാഭാവികമാണ് എന്നാണ് നാഷ് ഇവിടെ വിശ്വസിച്ചത്. മോറോവർ വോൺ ന്യൂമാൻ തിങ്സ് ഓഫ് പീപ്പിൾ ആസ് സോഷ്യൽ ബീയിങ്സ്. അത് മാത്രമല്ല വോൺ ന്യൂമാൻ്റെ അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ്. അദ്ദേഹം കോപ്പറേറ്റീവ് ഗെയിം തിയറിയിലാണ് അല്ലെങ്കിൽ ജോയിൻ്റ് ആക്ഷനിലാണ് വിശ്വസിക്കുന്നത്. നാഷ് ആവട്ടെ സപ്പോർട്ട് ചെയ്യുന്നത് നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഗെയിമിലാണ്. സോ ന്യൂമാൻ്റെ ഐഡിയയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരു ഐഡിയയുമായിട്ടാണ് ആര് പോകുന്നത്? നാഷ് വോൺ ന്യൂമാനെ കാണാൻ പോകുന്നത്. നാഷ് ഈ ഒരു റിജക്ഷനെ എങ്ങനെയാണ് എടുത്തത്? നാഷ് വ്യൂസ് റിജക്ഷൻ ആസ് എ പ്രൈസ് ജീനിയസ് മസ്റ്റ് പേ. അതായത് എല്ലാ ജീനിയസുകളും ഒരിക്കലെങ്കിലും റിജക്ഷൻ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും എന്നുള്ളത് നാഷിന് അറിയാമായിരുന്നു. സോ നാഷ് തന്നെ കമ്പയർ ചെയ്യുന്നത് ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ചലഞ്ച് ചെയ്ത ഒരു യങ് സയൻറ്റിസ്റ്റുമായിട്ടാണ്. സോ ആദ്യമൊക്കെ ഐൻസ്റ്റീൻ ആ ഒരു തിയറീനെ അല്ലെങ്കിൽ ആ ഒരു യങ് സയൻറ്റിസ്റ്റിൻ്റെ തിയറിനെ എതിർത്തുവെങ്കിലും പിന്നീട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതിൻ്റെ പബ്ലിക്കേഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് പിന്നീട് ഐൻസ്റ്റീൻ ചെയ്തത്. പിന്നീട് നാഷ് ആരെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നാഷ് അപ്രോച്ചസ് ഡേവിഡ് ഗെയിൽ. ഡേവിഡ് ഗെയിൽ എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിസ്റ്റ് ആണ്, മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹവുമായിട്ട് തൻ്റെ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുകയാണ്. ഗെയിൽ റെക്കഗ്നൈസസ് ദാറ്റ് നാഷ് ഐഡിയ ക്യാൻ ബി അപ്ലൈ ടു ബ്രോഡർ ക്ലാസ് ഓഫ് റിയൽ വേൾഡ് സിറ്റുവേഷൻ. സോ നാഷ് ഈ ഒരു ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ഗെയിൽ ഇതിൻ്റെ ആ ഒരു പോയിന്റുകളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും അതുമാത്രമല്ല വോൺ ന്യൂമാൻ്റെ തിയറിനേക്കാളും കൂടുതലായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നാഷിൻ്റെ ഐഡിയാസ് ആണ് എന്നുള്ളത് ഗെയിൽ തിരിച്ചറിയുകയാണ്. സോ നാഷിനോട് ഗെയിൽ എന്താണ് പറഞ്ഞത്? മറ്റാരെങ്കിലും ഈ ഒരു സെയിം ഡിസ്കവറി നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു സെയിം ഐഡിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നാഷിനോട് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനാണ് പറയുന്നത്. സോ അതിനുവേണ്ടി അദ്ദേഹം നാഷിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ ഇതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുകയും അതുമാത്രമല്ല നവംബർ പ്രൊസീഡിങ്സിൽ ഈ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. അതായത് നാഷിൻ്റെ ഈ ഐഡിയാസ്. ഇയേഴ്സ് ലേറ്റർ ഗെയിൽ റിമാർക്ക്ഡ് ദാറ്റ് ഹി ഹാഡ് നോൺ ഇറ്റ് വാസ് എ ബ്രില്യൻ തീസിസ്. വർഷങ്ങൾക്ക് ശേഷം ഗെയിൽ എന്താണ് പറഞ്ഞത്? ദാറ്റ് ഇറ്റ് വാസ് എ ബ്രില്യൻ തീസിസ്. അതായത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നാഷിൻ്റെ ഈ ഒരു പേപ്പർ തീസിസ് വളരെ ബ്രില്യൻ തീസിസ് ആണ് എന്നറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും അതൊരു നൊബേൽ പ്രൈസ് വിന്നിംഗ് വർക്കാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞത്. ആൽബർട്ട് ടക്കർ മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പാണ് സിൽവിയ നാസർ അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നത്. സോ സിൽവിയ നാസറിൻ്റെ ബുക്കിൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ആൽബർട്ട് ടക്കറിനെ സന്ദർശിക്കുന്നത്. സോ സിൽവിയ നാസർ എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്? ഹി പൊസസ്ഡ് എ റെയർ വില്ലിംഗ്നെസ് ടു ആക്സെപ്റ്റ് അൺകൺവെൻഷണൽ ഐഡിയാസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് മോഡേൺ ആയിട്ടുള്ള ഐഡിയാസുകളും അതേപോലെ ചിന്തിക്കുന്ന ഇൻഡിവിജ്വൽസ് വ്യക്തികളെയും അംഗീകരിക്കാനായിട്ട് ആൽബർട്ട് ടക്കറിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ നല്ലൊരു ടീച്ചറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനോട് എന്താണ് പറഞ്ഞത്? ടു ചൂസ് റിസർച്ച് ടോപ്പിക്സ് ദാറ്റ് ദേ ഫീൽ പാഷനേറ്റ് അബൌട്ട്. അതായത് അവർക്ക് പാഷൻ തോന്നുന്ന റിസർച്ച് ടോപ്പിക്സുകൾ ചൂസ് ചെയ്യാനാണ് ആൽബർട്ട് ടക്കർ എപ്പോഴും തൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ടോപ്പിക്സ് ദാറ്റ് വുഡ് ഇംപ്രസ് ദിയർ പ്രൊഫസേഴ്സ്. അല്ലാതെ പ്രൊഫസേഴ്സിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്സ് എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടക്കർ റിമാർക്ക് ദാറ്റ് ഹി ഹസ് ഓൺലി സൈൻഡ് ഓഫ് ഓൺ നാഷ് തിൻ 27 പേജ് ഡിസർട്ടേഷൻ. പിന്നീട് ടക്കർ എന്താണ് പറഞ്ഞത്? അതായത് നാഷിൻ്റെ 27 പേജ് മാത്രമുള്ള ഒരു ഡിസർട്ടേഷൻ താൻ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതായത് ഒരു അഡ്വൈസർ എന്നുള്ള ഒരു രീതിയിൽ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ആ ഒരു ഡിസർട്ടേഷൻ്റെ ഒരു സക്സസ്സിൽ അദ്ദേഹത്തിന് വലിയ പങ്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ചെറിയൊരു റോള് മാത്രമാണ് ആ ഒരു ഡിസർട്ടേഷനിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. ഒരു പോയിന്റിൽ നാഷ് താനിപ്പോൾ ചെയ്യുന്ന ഗെയിം തിയറിയിലെ ഒരു ഡോക്ടറൽ തീസിസ് ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു. മറ്റൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നാഷിന് എപ്പോഴും കൂടുതൽ മെറ്റീരിയൽസ് തൻ്റെ ഡിസർട്ടേഷനിൽ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ടക്കർ പലപ്പോഴും അത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം നാഷിൻ്റെ റിസർച്ച് ടോപ്പിക് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ വെറും 27 പേജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ടക്കർ പലപ്പോഴും സജസ്റ്റഡ് എ നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ
നാഷ് പ്രസൻറ്റേഷൻ, അതായത് നാഷിൻ്റെ പ്രസൻറ്റേഷനിലും ഡ്രാഫ്റ്റിലും പലപ്പോഴും പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ടക്കർ പറഞ്ഞു. സോ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാഷിന് എന്താണ് ഫീൽ ചെയ്തത്? അതായത് ഡിപ്പാർട്ട്മെൻറ്റ് വുഡ് നെവർ ആക്സെപ്റ്റ് ഹിസ് വർക്ക് ഓൺ ഗെയിം തിയറി, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് തൻ്റെ ഗെയിം തിയറിയിലുള്ള ഈ ഒരു പുതിയ ഐഡിയാസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്നാണ് നാഷിന് അനുഭവപ്പെട്ടത്. സോ അതുകൊണ്ടാണ് ഈ ഒരു റിസർച്ച് ടോപ്പിക് ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുത്തത്. പക്ഷെ ടക്കർ എന്താണ് പറയുന്നത്? നാഷിനോട് തൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗെയിം തിയറിയിലുള്ള അതേ ടോപ്പിക്ക് തന്നെ തുടരാനാണ് പറയുന്നത്. അത് മാത്രമല്ല താൻ പറഞ്ഞിട്ടുള്ള ചേഞ്ചസുകൾ വരുത്താനും നാഷിനോട് പറയുകയാണ്. സോ അങ്ങനെ നാഷിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വലിയൊരു ചേഞ്ച് വരികയും അദ്ദേഹം ആ ഒരു ഒറിജിനൽ കോൺസെപ്റ്റ് തന്നെയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. സോ വോൺ ന്യൂമാൻ്റെ 1928 തിയറമാണ് നാഷിൻ്റെ തിയറി ഓഫ് ഗെയിംസിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വോൺ ന്യൂമാനിൻ്റെ തിയറത്തിൽ നിന്നും വളരെയധികം മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് നാഷിൻ്റെ തിയറിക്ക് ഉണ്ടായിരുന്നു. നാഷ് സക്സീഡഡ് ഇൻ അപ്ലൈയിങ് ഹിസ് ഗെയിം തിയറി ടു എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ആൻഡ് ബയോളജി. പിന്നീട് നാഷിൻ്റെ ഈ ഒരു തിയറി പല മേഖലകളിലും അപ്ലൈ ചെയ്യാൻ സാധിച്ചു. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ബയോളജി എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഈ ഒരു തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ഗെയിംസ്. കോപ്പറേറ്റീവ് ഗെയിംസ് എന്ന് വെച്ചാൽ ഇൻ വിച്ച് പ്ലെയേഴ്സ് മേക്ക് എഗ്രീമെൻറ്റ്സ് വിത്ത് ഈച്ച് അതർ, അതായത് അതിലെ പ്ലെയേഴ്സ് തമ്മിൽ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കമ്പനിയോ ഒക്കെ ആയിരിക്കാം. അതാണ് പ്ലെയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു റിവാർഡ് അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് അവർ ഷെയർ ചെയ്തെടുക്കും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ക്ലാസ്സിൽ ചെയ്യുമ്പോൾ അതിൽ 3-4 സ്റ്റുഡൻസ് ഉണ്ടാവും. അവരാണ് പ്രോജക്റ്റ് ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ഡ്യൂട്ടി ആയിരിക്കും ആ ഒരു പ്രൊജക്റ്റിൻ്റെ. പക്ഷേ ആ ഒരു ഗ്രൂപ്പിന് എ ഗ്രേഡ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ആ ഒരു എ ഗ്രേഡ് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റിവാർഡ് എല്ലാവരും ഷെയർ ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ജോയിൻറ്റ് ബിസിനസ് വെഞ്ചർ. 2 ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു കൊണ്ട് അവർ മുന്നോട്ട് ബിസിനസ് ചെയ്യുകയും അതിൻ്റെ ലാഭം അവർ ഷെയർ ചെയ്യുകയാണ്. സോ ഇതാണ് കോപ്പറേറ്റീവ് ഗെയിംസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ കോപ്പറേറ്റീവ് ഗെയിംസ്, അതായത് പരസ്പരം സഹകരണമില്ലാത്തത്. എക്സാമ്പിൾ കോമ്പറ്റീഷൻ ഇൻവോൾവ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചെസ് ആൻഡ് പോക്കർ. ഈ ചെസ് ആൻഡ് പോക്കർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എക്സാമ്പിളാണ്. നമുക്കറിയാം ചെസ്സിൽ ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി തോൽക്കും എന്നാണല്ലോ അർത്ഥം. സോ അതിനെയാണ് നോൺ കോപ്പറേറ്റീവ് ഗെയിംസ് എന്ന് പറയുന്നത്. സോ ഇതിൽ കോമ്പറ്റീഷൻസ് ഇൻവോൾവ് ആണ്, സഹകരിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് എ മീ വേഴ്സസ് യു ഗെയിം, നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു തരത്തിലുള്ളൊരു ഗെയിമാണ് നോൺ കോപ്പറേറ്റീവ് ഗെയിംസ്. അടുത്തത് നാഷ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ബിലോങ്സ് ടു നോൺ കോപ്പറേറ്റീവ് ഗെയിം, അതായത് നോൺ കോപ്പറേറ്റീവ് ഗെയിമിലാണ് നാഷ് ഇക്വിലിബ്രിയം ഉൾപ്പെടുന്നത്. വെയർ പ്ലെയേഴ്സ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഇതിൽ പ്ലെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്, പരസ്പരം മത്സരിക്കുകയാണ്. റാദർ ദാൻ കോപ്പറേറ്റ്, അവർ സഹകരിച്ചു കൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. സോ ഇതിൽ ഓരോ പ്ലെയറും എന്താണ് ചെയ്യുന്നത്? ചൂസസ് എ ബെസ്റ്റ് പോസിബിൾ സ്ട്രാറ്റജി, തനിക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ബൈ കൺസിഡറിങ് വാട്ട് അതർ പ്ലെയേഴ്സ് ആർ ലൈക്ലി ടു ഡു, അതായത് എതിരെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ കോമ്പറ്റീഷനെ എതിരാളിയായിട്ട് നിൽക്കുന്ന ആൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു വ്യക്തി തൻ്റെ പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത്, ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വെജിറ്റബിൾ ഷോപ്സ്, വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് 2 പച്ചക്കറി കട ഒരേ ലൊക്കേഷനിലാണ് ഉള്ളത് എങ്കിൽ 2 പേരും പല വിലയ്ക്കാണ് പച്ചക്കറികൾ വിൽക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? കസ്റ്റമേഴ്സ് യൂഷ്വലി വില കുറഞ്ഞ ഒരു പച്ചക്കറി കടയിലേക്കാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ ചാൻസ് കൂടുതൽ. സോ നമുക്ക് അസ്യൂം ചെയ്യാം 2 വെജിറ്റബിൾസും ഒരേ തരത്തിലുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് തന്നെയാണ് വിൽക്കുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ പ്രൈസ് എവിടെയാണോ കുറവ് അവിടേക്കായിരിക്കും കസ്റ്റമർ പോകുന്നത്. സോ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒന്നുമില്ലെങ്കിൽ ഈ ഒരു പ്രൈസിലേക്ക് താഴോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ ഒരു കടക്കാരൻ 20 രൂപയ്ക്കാണ് തക്കാളി വിൽക്കുന്നതെങ്കിൽ ആ മറ്റേ കടയിലുള്ള ആൾക്കും 20 രൂപയ്ക്ക് തക്കാളി വിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണ്. സോ ഇവർ തമ്മിൽ പരസ്പരം സഹകരിക്കുന്നില്ല, 2 പേരും പരസ്പരം കോമ്പറ്റീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇവർ തമ്മിൽ ഒരു ബാലൻസ് വരികയാണ്, ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് വരികയാണ്. സോ ഇവർ 2 പേരും ഒരേ പ്രൈസിൽ തന്നെ ആ ഒരു വെജിറ്റബിൾ വിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരികയാണ്. സോ ഇതാണ് വളരെ സിമ്പിൾ ടേംസിൽ ഇക്വിലിബ്രിയം, നാഷ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയാൻ സാധിക്കും.
സാധിക്കുന്നത്. ഈ ഒരു വെജിറ്റബിൾ ഷോപ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു എക്സാമ്പിളാണ്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ടേംസിൽ മനസ്സിലാവാൻ വേണ്ടി ആഡ് ചെയ്ത ഒരു എക്സാമ്പിളാണ്. സോ അത് ആൻസർ ഷീറ്റ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സിലോ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് കൂടുതൽ വ്യക്തതയുള്ള എക്സാമ്പിൾസ് നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാഷ് ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ അടുത്ത സ്ലൈഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ് ചെയ്യുക. റെയിൻഹാർഡ് സെൽറ്റൻ, അദ്ദേഹം ഒരു ജർമ്മൻ എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിനും 1994 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ജോൺ നാഷുമായിട്ടാണ് അദ്ദേഹം നോബൽ പ്രൈസ് ഷെയർ ചെയ്തത്. സോ അദ്ദേഹം നാഷിനെ പറ്റി പറഞ്ഞ ഒരു റിമാർക്കോട് കൂടിയിട്ടാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഈ ഒരു 10th ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിൽ അവസാനിക്കുന്നത്. സോ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നാഷ് ഇക്വിലിബ്രിയത്തിന് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് അദ്ദേഹം കരുതിയില്ല എന്നാണ് പറയുന്നത്. അതായത് എക്കണോമിക്സിലും സോഷ്യൽ സയൻസിലും ബയോളജിയിലും ഉണ്ടായൊരു ഇമ്പാക്റ്റ് വളരെയധികം അപ്രതീക്ഷിതമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പെർഹാപ്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് വാസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ് ഈവൻ ബൈ നാഷ് ഹിംസെൽഫ്. ഒരു പക്ഷേ നാഷിന് പോലും അത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് താൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായി കാണില്ല എന്നാണ് ഇവിടെ റെയിൻഹാർഡ് സെൽറ്റൻ പറയുന്നത്. ആൻഡ് സെർട്ടൻലി നോട്ട് ബൈ വോൺ ന്യൂമാനും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് ഇതിൽ നിന്നും ഉണ്ടായത്. സോ ഇങ്ങനൊരു റിമാർക്കോട് കൂടിയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. നാഷ് ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ എക്സാമിന് നിങ്ങൾ ഇത് വേണം ഉപയോഗിക്കാനായിട്ട്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്.